ഓടെ തന്നെ നിനക്ക് ഭയങ്കര കളിയടി. ഡേ ഒമിക്രോൺ വന്ന് അത്രയും പ്രശ്നമായല്ലേ, ഞാൻ എങ്ങനെ അങ്ങോട്ട് കയറി വരണം? അതല്ലേ, അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഓരോന്ന് വന്നാൽ കയറി വരാൻ പറ്റില്ലെന്ന്. ആ ശരി നീ പോയി, ഞാൻ വിളിക്കാം. ചുമ്മാ ടെൻഷൻ ആകാൻ. ഇതെന്താ ഇത് കണ്ടറിഞ്ഞൂടെ? ഹാൻഡ് വാഷും ബക്കറ്റും വെള്ളവും ഒക്കെ. എന്തിനാ കൊറോണ ഒക്കെ പോയില്ലേ, ഇനി എന്തിന്? കൊറോണ പോയെന്നാ? നിന്നെ പോലുള്ളവന്മാരാണ് ഈ പ്രശ്നം. ഞാൻ നീയല്ല പൊതുവെ പറഞ്ഞത് ഈ ചിന്താഗതി. എടാ ഇനിയുള്ള ജീവിതത്തില് ഈ ഹാൻഡ് വാഷും മാസ്കും സാനിറ്റൈസറും ഒക്കെ കൂടിയേ പറ്റൂ. അത് ജീവിതത്തിൽ ഒരു ശീലമാക്കിയേ പറ്റുള്ളൂ. വകഭേദങ്ങൾ മാറി പറഞ്ഞ കണ്ട അണ്ണാ ഉള്ളത് തന്നെ. അറബി വിളിച്ചിരുന്നു തന്നെ, പുതിയൊരു കമ്പനി തുടങ്ങണം, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ എങ്ങനെ പോകണം ഇങ്ങനെ ഓരോന്നോരോന്ന് വന്നോണ്ടിരുന്ന? അതാ പറഞ്ഞത്. പക്ഷെ കഷ്ടം എന്താ അറിയുമോ, ഈ കുട്ടികൾക്ക് വരുന്നതാണ് ബുദ്ധിമുട്ട്. ഭയങ്കര സങ്കടമാണ്. പറയുമ്പോ ജാഗ്രത മതി, ആശങ്ക വേണ്ടെന്നൊക്കെ പറയും. ആശങ്കയും ജാഗ്രതയും എന്താണ് തമ്മിലുള്ള വ്യത്യാസം? ആശങ്കയും ജാഗ്രത തമ്മിൽ? ഈ ആശങ്ക എന്ന് പറയുമ്പോഴത്തേക്ക് അയ്യോ കൊറോണ വരുവേ, നമ്മളെല്ലാം ചത്തുപോയെന്നുള്ളൊരു പേടിയുണ്ട്. അത് ആശങ്കയല്ലേ. പിന്നെ ജാഗ്രത എന്ന് പറയുമ്പോ ഇതൊന്നും വരാതിരിക്കാനുള്ള ഒരു പ്രതിരോധിക്കാനായിട്ട് വേണ്ടിയിട്ടൊരു മുൻകരുതൽ, അതാണ് ജാഗ്രത. നിങ്ങൾ ജാഗ്രത നോക്കട്ടെ. കൊള്ളാം, ഇത്ര മതി. ഹലോ, അതെ. ടീച്ചറെ. അയ്യോ പിങ്കി മോള്. ജനറൽ ഹോസ്പിറ്റലാ? ടീച്ചറെ ഞാൻ ഇപ്പൊ എത്താം, ഒരു 10-15 മിനിറ്റിനുള്ളിൽ എത്താം. പിങ്കി മോളുടെ ടീച്ചറാ വിളിച്ചത്. അവളെ സ്കൂളിൽ വെച്ച് അവൾക്ക് ഒരു വല്ലായ്ക വന്ന് അവളെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത്ര അതുപോലെ പനിയല്ലേ ആയിരിക്കും. ഇടം അവർക്ക് കൊറോണ ടെസ്റ്റ് ചെയ്യണമെന്ന്. നിങ്ങൾ ആശങ്കപ്പെട്ടാലോ? എന്റെ കൊച്ചിന്റെ കാര്യമാണ്. മണി ഒരു കയറ് കെട്ടി വെച്ചിട്ടേ ഇതിങ്ങനെ തൂക്കി വെച്ചാലാ, അല്ലെങ്കിൽ എന്താ പറയാ, നീ നടക്കുമ്പോഴൊക്കെ എവിടെയെങ്കിലും കയറി കുത്തും. നീരായി, തൂക്കിയിടുമ്പോഴേ നീരായി. അപ്പൊ കെട്ടി വെക്കാൻ അമ്മ കെട്ടുണ്ടാക്കി തരാം കേട്ടോ. എന്തായി? പോസിറ്റീവായി മണി. പോസിറ്റീവാ? അയ്യോ നീ പിടിക്കണ്ട. എന്തു ഇനിയിപ്പോ ക്വാറന്റൈൻ ചെയ്യണം. ക്വാറന്റൈനിൽ ഇരുന്ന അതങ്ങ് മാറോ? ഒരു 5-6 ദിവസം തന്നെ അല്ലേ മക്കളെ? എന്നാലും കൊണ്ടുപോയി ഒപ്പിച്ചിട്ട് വന്നല്ലോ. ഒറ്റയ്ക്ക് എങ്ങനെ ഇരിക്കും? ചെറുതായിട്ട് അതൊക്കെ ഉണ്ടാവും, കുഴപ്പമില്ല. ഒരാഴ്ച ക്വാറന്റൈൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. അത് അത്രേ ഉള്ളൂ. മരുന്നൊക്കെ കൊണ്ട് അങ്ങ് മാറിക്കോളൂ. കുഴപ്പമില്ല അമ്മ. ഇരിക്കുവോ? മോള് റൂമിൽ ഇരിക്കുമ്പോ ഞങ്ങൾ പുറത്തുണ്ട്, എന്ത് ആവശ്യത്തിനുണ്ട്, ഒന്നും വിഷമിക്കണ്ട കേട്ടോ. എന്താണോ ജനലിൽ കൂടെ വിളിച്ചട്ടപ്പൻ അല്ലെ ഫോൺ എടുത്ത് വിളിച്ചാൽ എപ്പോ വരും കേട്ടോ. ഫോണ് കയ്യിൽ വെച്ചേരാ കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ഒക്കെ കണ്ടോ, കുഴപ്പമൊന്നുമില്ല. സിനിമയൊക്കെ കാണാം. അമ്മ ബുക്കൊക്കെ എടുത്ത് വെച്ചേരാ. എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. കഴിക്കാനുള്ള എന്തോ ആഗ്രഹം ഉണ്ടെങ്കിലും പറയണേ. എന്തെങ്കിലും വയ്യായോ തോന്നാണെങ്കിൽ വിളിച്ചോളണം കേട്ടോ. അമ്മ ജസ്റ്റ് പുറത്ത് തന്നെ ഇരിപ്പുണ്ടാവും. ചില ഡ്രസ്സൊക്കെ മാറിയിട്ട് അവിടെ ഒരു ബക്കറ്റ് ഇട്ട് വെച്ചേക്കണം കേട്ടോ. അമ്മ പൊടി ഇട്ട് തരാം, ബാത്റൂമിൽ ഇട്ട് വെച്ചിരുന്നാൽ മതി. അത്യാവശ്യമായിട്ട് കഴിക്കാൻ തന്നെ എന്തെങ്കിലും കൊടുക്കണം. ഓക്കെ അല്ലേ? പോയിട്ടാ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.